ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. അതിന് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, നെയ്യ് ഇതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം കുക്കർ അടപ്പത്തോട്ട് വെച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറാവുന്നത് വരെയും ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉണക്കമുന്തിരി വീർത്ത് വന്നിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോണത് സബോളയും പച്ചമുളകും വേപ്പിലയുമാണ്. ഇതിനു വേണ്ടി ഞാൻ 4 വലിയ സബോള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് നടുകെ കീറിയിട്ടുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ലെവലിൽ വാടി വരുമ്പോൾ ഞാനിതിലേക്ക് 1 തക്കാളി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തക്കാളിയും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അത് വെന്തുടയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ കുറച്ചിടണം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോണത്. പിന്നെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടുത്ത പൊടി ഞാൻ ചേർക്കാൻ പോവാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും കൂടെ ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഞാൻ വെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ മുൻപേ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ 4 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടിയും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കണ മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് തീ കൂട്ടിയിട്ട് വേവിക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തു. എയർ ഫുള്ള് പോയിട്ട് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അരിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉലർന്ന് കിടക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസൊക്കെ വെന്തിട്ടുണ്ട്. നല്ലൊരു ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളെടുത്ത് ഒരു പുഴുങ്ങിയ മുട്ട അതിലേക്ക് വെച്ച് ബിരിയാണിയൊക്കെ അതിലേക്ക് ഇട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കമത്തുകയാണ്. ഇപ്പോൾ അടിപൊളി കുക്കർ ബിരിയാണി റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. ഞാൻ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.